ഹലോ ഫ്രണ്ട്സ്, PSC ഹോട്ട് ഏരിയയുടെ 12ാമത്തെ ക്ലാസ്സിലേക്ക് എൻ്റെ കൂട്ടുകാർക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് ഇന്ത്യൻ ജോഗ്രഫിയിലെ പ്രധാനപ്പെട്ട ഒരു ഹോട്ട് ഏരിയ ആയിട്ടുള്ള ഇന്ത്യൻ തീരസമതലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. SCERT, NCERT എല്ലാം ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ മതി കേട്ടോ. ഇത് നിങ്ങൾ പൂർണ്ണമായിട്ടും പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ തീരസമതലത്തിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ നിങ്ങൾ തരുന്ന ടോപ്പിക്കുകൾ വ്യക്തമായും സ്പഷ്ടമായും പഠിച്ച് മനസ്സിലാക്കി റിവിഷൻ ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രിലിംസും മെയിൻസും ഒക്കെ എന്ത് ചെയ്യാനായിട്ട്, ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മുടെ ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്, ഒരു ടോപ്പിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക്കിൽ A to Z പോയിന്റ് അവിടെ എന്തുണ്ടാവും, നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. ഒരു പോയിന്റ് പോലും വിടാതെ അത്രയും എന്താണ് സെലക്റ്റീവ് ആയിട്ട് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് തരുകയും ചെയ്യും. ഓരോ ടോപ്പിക്കുകളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും അവിടെ നിങ്ങളുടെ മുന്നിൽ ക്ലാസ്സുകൾ എത്തുക കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ പ്രയോജനപ്പെട്ടാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ റൈറ്റ് കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക കൂട്ടുകാർ കേട്ടോ. അതേപോലെ ഒന്ന് കമന്റ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് അങ്ങോട്ട് കിടക്കാം. ഇതാണ് നമ്മുടെ ഇന്ത്യൻ തീരസമതലത്തിന്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത്. നമ്മുടെ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ ഇങ്ങനെ നീണ്ട് ഇതുണ്ടോ, ഈ ഒരു ഏരിയ ആണ് നമ്മുടെ ഇന്ത്യയുടെ തീരസമതലം എന്ന് പറയുന്നത്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ, പഠിച്ചോ, ഗുജറാത്തിലെ എങ്ങനെയാണ്, റാൻ ഓഫ് കച്ച്, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ പശ്ചിമ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ, ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെയാണ് നമ്മുടെ ഇന്ത്യൻ തീരപ്രദേശം വ്യാപിച്ചു കിടക്കുന്നത്. അത് ആദ്യം പഠിക്കുക. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് മൂന്ന് വശവും, നമ്മുടെ ഇന്ത്യയുടെ മൂന്ന് വശവും എന്താണ്, കടലാൽ ചുറ്റപ്പെട്ടതാണ്. മൂന്ന് വശവും കടലാൽ ചുറ്റപ്പെട്ടതാണ്. അത് ആദ്യം രണ്ടാമത്തെ പോയിന്റ് മനസ്സിലാക്കുക. നമ്മുടെ ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം എത്രയാണ്, ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം 7516.6 കിലോമീറ്റർ ആണ്. ദ്വീപുകൾ ഒഴിവാക്കിയാൽ, അതായത് ഈ ആൻഡമാനും ലക്ഷദ്വീപും ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താണ്, 6100 കിലോമീറ്റർ ആണ്. 6100 കിലോമീറ്റർ ആണ്. ദ്വീപുകളെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ 7516.6 കിലോമീറ്ററും, ദ്വീപുകൾ ഇല്ലാതെ കണക്കാക്കിയാൽ തീരപ്രദേശം 6100 കിലോമീറ്ററുമാണ്. അപ്പൊ ഇവിടെ ഈ 4 കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ പശ്ചിമ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെയാണ് നമ്മുടെ ഇന്ത്യൻ തീരസമതലം കിടക്കുന്നതെന്ന് ഒന്നാമത്തെ പോയിന്റ് മനസ്സിലാക്കുക. രണ്ടാമത്തെ പോയിന്റ്, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് മൂന്ന് വശവും മൂന്ന് വശവും കടലാൽ ചുറ്റപ്പെട്ട രാജ്യമാണ് ഇന്ത്യ, പഠിക്കുക. നമ്മുടെ ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം 7516.6 കിലോമീറ്റർ ആണെന്ന് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ദ്വീപുകളെ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത് 6100 കിലോമീറ്റർ ആണ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് 28 സംസ്ഥാനങ്ങളും അതുപോലെ 8 യൂണിയൻ ടെറിട്ടറിയുമാണ്, അതായത് 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഉള്ളത്. 28 സംസ്ഥാനങ്ങളില് 9 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് എന്തുള്ളൂ, തീരദേശ ദൈർഘ്യം ഉള്ളൂ. 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ മാത്രമാണ് എന്തുള്ളൂ, തീരദേശ ദൈർഘ്യം ഉള്ളൂ. ഇതാദ്യം ഒന്ന് പഠിച്ചു മാറ്റുക. 28 സംസ്ഥാനങ്ങൾ, അതിൽ 9 സംസ്ഥാനങ്ങളിൽ മാത്രമേ തീരദേശ ദൈർഘ്യമുള്ളൂ. 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അതിന്റെ പകുതി എടുക്കൂ, 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ മാത്രമാണ് തീരദേശ ദൈർഘ്യം ഉള്ളത്. ഈ ഇന്ത്യയിലെ 9 തീരദേശ സംസ്ഥാനം ഏതൊക്കെയാണ് നോക്കാം. ഒന്ന്, ഫസ്റ്റ് ഏത് തന്നെയാണ്, ഗുജറാത്ത് കൊടുക്കാം അല്ലെ, ഫസ്റ്റ് ഗുജറാത്ത്. രണ്ടാമത്തെ സംസ്ഥാനം ഒപ്പം പറവാ, നിങ്ങൾ പറഞ്ഞു തന്നെ ഒപ്പം വരണം കേട്ടോ. ഗുജറാത്ത്, മഹാരാഷ്ട്ര, പിന്നെ മൂന്നാമത്തത് ഏതാണ്, ഗോവ. 4 കർണാടക. 5 നമ്മുടെ കേരളം. 6 ഒപ്പം വരുന്നുണ്ടല്ലോ അല്ലെ, പറഞ്ഞു വരുന്നുണ്ടല്ലോ അല്ലെ, 6 തമിഴ്നാട്. 7
ആന്ധ്രാപ്രദേശ്, ആന്ധ്രാപ്രദേശ്. പിന്നെ 8 ഒഡീഷ, ഒഡീഷ. 9 പശ്ചിമ ബംഗാൾ. ഈ 9 സംസ്ഥാനങ്ങളിലാണ് എന്തുള്ളൂ? തീരദേശ ദൈർഘ്യമുള്ളൂ. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. ഓക്കെ. ഇനി 4 യൂണിയൻ ടെറിട്ടറി ഏതൊക്കെയാണ്? ദാമൻ ദിയു, ദാമൻ ദിയു, പിന്നെ പുതുച്ചേരി, ഇതാണ് പുതുച്ചേരി. ആൻഡമാൻ നിക്കോബാർ, ആൻഡമാൻ നിക്കോബാർ. ഓക്കെ. പിന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് എന്ന് പറയുമ്പോൾ എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ് അല്ലെ? ബംഗാൾ ഉൾക്കടൽ. ഓക്കെ, ബംഗാൾ ഉൾക്കടൽ. ഇനി ലക്ഷദ്വീപ്, ലക്ഷദ്വീപ് അത് ഏതിൽ വരും? അറബിക്കടൽ ദ്വീപ സമൂഹത്തിൽ വരും അല്ലേ? അറബിക്കടൽ. ഓക്കെ, ഇതിങ്ങനെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഈ 4 യൂണിയൻ ടെറിട്ടറി ആലോചിക്കണം. നമുക്ക് ആൻഡമാൻ ലക്ഷദ്വീപ് നമുക്കറിയാം. അതിൽ കൂടെ പുതുച്ചേരി, ദാമൻ ദിയു, പുതുച്ചേരി, ദാമൻ ദിയു, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനങ്ങൾ ഏതൊക്കെ യൂണിയൻ ടെറിട്ടറിയിൽ തീരപ്രദേശ ദൈർഘ്യം എന്നുള്ളത് അവിടെ ഒന്ന് മനസ്സിലാക്കി വെച്ചു അല്ലേ? ഇനിയിപ്പോ നമ്മള് ഇത്രയും നേരം നമ്മള് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചു. ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസുമാണ്. അപ്പൊ ഈ തീരപ്രദേശ ദൈർഘ്യം மட்டுം നമ്മൾ പറഞ്ഞു. അവിടെയുള്ളവരുടെ ജോലി എന്തായിരിക്കും? അവിടെയുള്ളവരുടെ ജോലി എന്തായിരിക്കും? പ്രധാന തൊഴിൽ മത്സ്യബന്ധനമായിരിക്കും അല്ലേ? എന്തായിരിക്കും പ്രധാനപ്പെട്ട തൊഴിൽ? എന്തായിരിക്കും? മത്സ്യബന്ധനം, മത്സ്യബന്ധനം. പിന്നെ എന്ത് വരും? വിനോദ സഞ്ചാരവും. ഏതാണ്? വിനോദ സഞ്ചാരവും. ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇന്ത്യയുടെ തീരസമതലം എന്ന് പറയുന്നത് 2 തരമുണ്ട് അല്ലേ? ഇന്ത്യയുടെ തീരസമതലം എത്ര തരമാണ്? 2 തരമാണ്. അതിൽ ഒന്ന് ഏത് വരും? പടിഞ്ഞാറൻ തീരസമതലം, പടിഞ്ഞാറൻ തീരസമതലവും. പിന്നെ രണ്ടാമത്തെ ഏതാണ് വരുന്നത്? രണ്ടാമത്തെ ഏത് വരും? കിഴക്കൻ തീരസമതലവും, കിഴക്കൻ തീരസമതലം. ഓക്കെ, ഇതാണ് നമ്മുടെ തീരസമതലത്തിന്റെ 2 ടൈപ്പ് എന്ന് പറയുന്നത്. ഈ പടിഞ്ഞാറൻ തീരസമതലം എങ്ങനെയാണ് വ്യാപിച്ചിരിക്കുന്നത്? വടക്ക് ഗുജറാത്ത് മുതല്, എങ്ങനെയാണ്? വടക്ക് ഗുജറാത്ത് കേട്ടോ, വടക്ക് ഗുജറാത്ത്, അതായത് റാൻ ഓഫ് കച്ച് അവിടെ മുതല് തെക്ക് ഏതുവരെയാണ്? തെക്ക് ഭാഗത്ത് കന്യാകുമാരി വരെ കേട്ടോ, തെക്ക് കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു പടിഞ്ഞാറൻ തീരസമതലം. വടക്ക് ഗുജറാത്ത് മുതൽ, ഗുജറാത്ത് മീൻസ് റാൻ ഓഫ് കച്ച്, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ തെക്ക് കന്യാകുമാരി വരെ എന്ത് ചെയ്തിട്ടുണ്ട്? വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് വന്നിട്ട് ഈ പടിഞ്ഞാറൻ തീരസമതലം പശ്ചിമഘട്ടത്തിനും പിന്നെ ഏതിനാണ്? അറബിക്കടലിനും കേട്ടോ, പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരസമതലമാണ്. ഈ പശ്ചിമ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ, അതായത് നമ്മൾ പഠിച്ചു 9 സംസ്ഥാനങ്ങൾ തീരദേശ ദൈർഘ്യം ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ? തീരദേശങ്ങളുള്ള 9 സംസ്ഥാനങ്ങൾ പഠിച്ചു. ആ 9 സംസ്ഥാനങ്ങളിൽ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ആ 9 സംസ്ഥാനങ്ങളിൽ ഏതെല്ലാമാണ് പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമായിട്ട് വരിക? ഏതൊക്കെ വരും? പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ ഗുജറാത്ത് വരും അല്ലെ? ഏത് വരും? ഗുജറാത്ത് വരും. പിന്നെ ഏത് വരും? മഹാരാഷ്ട്ര വരും. പിന്നെ ഏതാണ്? ഗോവ വരും. പിന്നെ നമ്മുടെ കേരളം വരും. പിന്നെ കർണാടക. ഇതാണ് പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമായിട്ട് വരുന്ന 5 സംസ്ഥാനങ്ങൾ കേട്ടോ. അതേപോലെ ഈ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഉണ്ടല്ലോ, ജൂണിൽ സ്റ്റാർട്ട് ചെയ്യുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കഴിഞ്ഞു അല്ലേ? ഇപ്പൊ വടക്ക് കിഴക്കൻ മൺസൂൺ ആണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ അനുഭവപ്പെടുന്നത് അല്ലേ? തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രഭാവം
കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ഒരു തീരപ്രദേശം കൂടിയിട്ടാണ് ഏത് പടിഞ്ഞാറൻ തീരസമതലം ട്ടോ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ട്ടോ. തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രഭാവം കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന തീരപ്രദേശം ഏതെന്ന് ചോദിച്ചാൽ പടിഞ്ഞാറൻ തീരസമതലമാണെന്ന് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് കഴിയണം ട്ടോ. അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള എന്താണ് നമുക്ക് ഇത് രണ്ടാം കിഴക്കൻ തീരസമതലം പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതാ പഠിക്കുന്നത് പടിഞ്ഞാറൻ തീരസമുദ്രത്തിന്റെയാണ് ട്ടോ. അപ്പൊ പിന്നെ നമുക്ക് പടിഞ്ഞാറൻ തീരസമുദ്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? മനോഹരമായിട്ടുള്ള കായലുകളുണ്ട് ഇവിടെ. മനോഹരമായ കായലുകള്, അതുപോലെ തന്നെ അഴിമുഖങ്ങള്. ഓക്കെ, മനോഹരമായ കായലുകൾ, അഴിമുഖങ്ങളൊക്കെ എന്താണ് പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ പ്രത്യേകതയാണ്. അതുപോലെ ഈ പടിഞ്ഞാറൻ തീരസമതലത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങളുണ്ട്. ഇവിടെ കുറേ തുറമുഖങ്ങളുണ്ട്. ഏതൊക്കെയാണ് ഈ പടിഞ്ഞാറൻ തീരസമുദ്രത്തിന്റെ ഭാഗമായിട്ട് വരുന്ന തുറമുഖങ്ങൾ എന്ന് പറയുന്നത്? ഒന്ന് കാണ്ടില. ഏതാണ്? കാണ്ടില. ഗുജറാത്തിലാണ് കാണ്ടില അല്ലെ? 2. പിന്നെ ഇത് വരും മുംബൈ വരും. 2 മുംബൈ. 3 നാവശേവ. നാവശേവ. പിന്നെ 4 മർമഗോവ. മർമഗോവ. 5 ന്യൂ മാംഗ്ലൂർ. ന്യൂ മാംഗ്ലൂർ. 6 കൊച്ചി. ഓക്കെ, കൊച്ചി. അപ്പൊ ഇത്രയും പഠിച്ചോ? ഇത്രയും കാര്യങ്ങൾ പഠിച്ചോ? അതേപോലെ നമ്മുടെ പശ്ചിമ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശത്തിന്റെ ഭാഗമായിരുന്നതും അതുപോലെ തന്നെ കടലിലൊക്കെ താഴ്ന്നു പോയി എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു പ്രദേശമുണ്ട്, ദ്വാരകാപട്ടണം. ഏതാണ്? ദ്വാരകാപട്ടണം. ഈ ദ്വാരകാപട്ടണത്തിന്റെ പ്രത്യേകത എന്താണ് നമ്മൾ പറഞ്ഞത്? നമ്മുടെ ഈ പടിഞ്ഞാറൻ തീരസമതലം, അതായത് പശ്ചിമ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന നമ്മുടെ ഇന്ത്യയുടെ ഈ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു പ്രദേശമായിരുന്നു ഏത്? ദ്വാരകാപട്ടണം എന്ന് പറയുന്നത്. ഈ ദ്വാരകാപട്ടണം പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കടലിൽ താഴ്ന്നു പോയി എന്നാണ് എന്ത് ചെയ്യുന്നത്? വിശ്വസിക്കുന്നത് കേട്ടോ. കടലിൽ താഴ്ന്നു പോയി എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രദേശമാണ് ഇത് ദ്വാരകാപട്ടണം എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഈ ദ്വാരകാപട്ടണം താഴ്ന്നു പോകാൻ, ഈ സമതലങ്ങളൊക്കെ താഴ്ന്നു പോകൽ പ്രക്രിയയുടെ ഫലമായിട്ട് ഈ പശ്ചിമ തീരത്ത്, അതായത് ഈ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ പ്രകൃതിദത്തമായിട്ടുള്ള ഈ ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രകൃതിദത്തമായിട്ടുള്ള തുറമുഖങ്ങള്, അതുപോലെ തന്നെ ഹാർബറുകള്, തുറമുഖങ്ങൾ, ഹാർബറുകൾ, ഓക്കെ, ഇതൊക്കെ വികസിപ്പിക്കുന്നതിന് അനുയോജ്യമായ സാഹചര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പശ്ചിമ തീര ഇനി പഠിക്കാനുണ്ട്. പശ്ചിമ തീര, ഈ പടിഞ്ഞാറൻ തീര സമതലം അല്ലെങ്കിൽ പശ്ചിമ തീര സമതലം എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. പശ്ചിമ തീര സമതലം എന്നും ഇതിനെ പറയും. അപ്പൊ ഇതിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഡിവൈഡ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ പടിഞ്ഞാറൻ തീര സമതലം, നമ്മുടെ ഇന്ത്യൻ തീരസമതലം എന്ന് പറയുന്നത് 2 ടൈപ്പാണ്. പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ഇത്രയും നേരം ഇതിനെ കുറിച്ചിട്ട് പഠിച്ചു. പടിഞ്ഞാറൻ തീരസമതലത്തെ കുറിച്ച് പഠിച്ചു. എന്തൊക്കെയാണ് പടിഞ്ഞാറൻ തീരസമതലത്തെ കുറിച്ച് പഠിച്ചത്? ഒന്ന് പറഞ്ഞു അല്ലെ, വടക്ക് ഗുജറാത്ത് മുതൽ തെക്ക് കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു. ഒന്നാമത്തെ പോയിന്റ്. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പഠിച്ചു. പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമായിട്ട് വരുന്ന 5 സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കേരളം, കർണാടക, അതവിടെ പഠിച്ചു. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രഭാവം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് എവിടെയാണ്? അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ അവിടെ ഒന്നും അങ്ങോട്ട് പരുങ്ങില്ലേ? അങ്ങനെ പരുങ്ങാൻ പാടില്ല. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രഭാവം കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ഇന്ത്യയുടെ ഇന്ത്യൻ തീരപ്രദേശം ഏതെന്ന് ചോദിച്ചാൽ പടിഞ്ഞാറൻ തീരസമതലമാണെന്ന് നമുക്ക് എന്ത് ചെയ്യണം? ആൻസർ ചെയ്യാനായിട്ട് കഴിയണം. അതുപോലെ തന്നെ കായലുകൾ, മനോഹരമായിട്ടുള്ള കായലുകളും അഴിമുഖങ്ങളും ഒക്കെ എവിടെ കാണപ്പെടുന്നുണ്ട്? പടിഞ്ഞാറൻ തീരസമതലത്തിൽ കാണപ്പെടുന്നുണ്ട്. ഈ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമായിട്ട് വരുന്ന കുറെ തുറമുഖങ്ങളുണ്ട്. കാണ്ടില, മുംബൈ. ഏതൊക്കെയാണ്? കാണ്ടില, മുംബൈ, നാവശേവ, മർമഗോവ, ന്യൂ മാംഗ്ലൂർ, കൊച്ചി. ഓക്കെ, അതേപോലെ തന്നെ ദ്വാരകാപട്ടണം എന്നൊരു പ്രദേശം ഇവിടെ ഉണ്ടായിരുന്നതായിട്ടും കടലിൽ താഴ്ന്നു പോയതായിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഒരുപാട് സമതല പ്രദേശങ്ങളൊക്കെ താഴ്ന്നു പോയി. ആ താഴ്ന്നു പോകുന്നതിന്റെ ഫലമായിട്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? പുതിയ തുറമുഖങ്ങളും ഹാർബറുകളും ഒക്കെ കൊണ്ടുവരാനുള്ള അനുകൂല ഘടകങ്ങൾ അവിടെ ഉണ്ടായി എന്നും പറയുന്നു. നമുക്കിനി ഈ പശ്ചിമ തീരത്തെ അല്ലെങ്കിൽ ഈ പടിഞ്ഞാറൻ തീരത്തെ എത്രയായിട്ട് തരംതിരിക്കാം? 4 ആയി തരംതിരിക്കാം ട്ടോ. 4 ആയിട്ട് എന്ത് ചെയ്യണം? തരം തിരിക്കണം. ആരെ തിരിക്കണം? പശ്ചിമ തീരത്തെ അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരസമതലത്തെ 4 ആയിട്ട് തരംതിരിക്കണം. ഒന്നാമത്തത് പറയുന്നത് കച്ച് കത്തിയവാർ തീരം. കച്ച് കത്തിയവാർ തീരം, അല്ലെങ്കിൽ മറ്റൊരു പേര് ഗുജറാത്ത് തീരം എന്നും പറയുന്നു.
ഗുജറാത്ത് തീരം. രണ്ടാമത്തെ പഠിച്ചോ, കൊങ്കൺ തീരം. എന്താണ്? കൊങ്കൺ തീരം. ചിലപ്പോൾ ചോദിക്കാം ഏതിനെയാണ് കൊങ്കൺ തീരം എന്ന് വേർതിരിക്കുന്നത്? പടിഞ്ഞാറൻ തീര സമതലത്തിനെയാണോ കിഴക്കൻ തീര സമതലത്തെയാണോ എന്ന് ചിന്തിക്കും, പറയണം. അപ്പൊ അവിടെ പറയണം കൊങ്കൺ തീരം. കൊങ്കൺ തീരം മഹാരാഷ്ട്ര ട്ടോ. ഇനി നമുക്ക് മൂന്നാമത്തെ പഠിക്കണം, ഗോവാ തീരം. ഏതാണ്? ഗോവാ തീരം. ഗോവാ തീരം കർണാടക. ഓക്കെ. അടുത്തത് 4 മലബാർ തീരം. മലബാർ തീരം. മലബാർ തീരം കേരളം. മലബാർ തീരം കേരളം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പടിഞ്ഞാറൻ തീരസമതലത്തെ 4ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. കച്ച് കത്തിയവാർ തീരം അല്ലെങ്കിൽ ഗുജറാത്ത് തീരം. 2 കൊങ്കൺ തീരം മഹാരാഷ്ട്രയിലാണ്. 3 ഗോവ തീരം കർണാടക. 4 മലബാർ തീരം കേരളം. ഓക്കെ. നമുക്ക് ഗുജറാത്ത് തീരത്തെ കുറിച്ചിട്ട് ഓരോ പോയിന്റ് ഒന്ന് പഠിച്ചാലോ? കച്ച് കത്തിയവാർ തീരം അല്ലെങ്കിൽ ഗുജറാത്ത് തീരത്തെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തീരപ്രദേശമുള്ള സംസ്ഥാനമാണ് ഏത്? ഗുജറാത്ത് തീരം അല്ലേ? ഏറ്റവും കൂടുതൽ തീരപ്രദേശം നമ്മുടെ 9 സംസ്ഥാനങ്ങള് തീരദേശ ദൈർഘ്യം ഉണ്ടെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ തീരദേശ ദൈർഘ്യമുള്ളത് ആർക്കാണ്? ഗുജറാത്തിനാണ്. എത്രയാണ്? ഗുജറാത്തിനാണ്. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തീരപ്രദേശമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. ഗുജറാത്തിന്റെ തീരപ്രദേശം അല്ലേ? അതുപോലെ ഗൾഫ് ഓഫ് കച്ചിനും ഗൾഫ് ഓഫ് കച്ച്. ഓക്കെ. ഗൾഫ് ഓഫ് കച്ചിനും അതുപോലെ തന്നെ ഗൾഫ് ഓഫ് കംഫട്ടിനും. ഗൾഫ് ഓഫ് കംഫട്ടിനും. ഓക്കെ. ഇടയിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഗൾഫ് ഓഫ് കച്ചിനും ഗൾഫ് ഓഫ് കാംപട്ടിനും ഇടയിലായിട്ടാണ് ഗുജറാത്ത് തീരം സ്ഥിതി ചെയ്യുന്നത്. ഈ ഗുജറാത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലവണത്വമുള്ള ഒരു ചതുപ്പ് നിലമുണ്ട്. ലവണത്വമുള്ള ഒരു ചതുപ്പ് നിലം. ലവണത്വമുള്ള ഒരു ചതുപ്പ് നിലം. അതിന് പറയുന്ന പേര് എന്താണ്? റാൻ ഓഫ് കച്ച് എന്ന് പറയുന്ന ആ ചതുപ്പ് നിലത്തെ പറയുന്ന പേരാണ് റാൻ ഓഫ് കച്ച്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഏതാണ്? ഗുജറാത്ത് തീരത്തെ കുറിച്ച് മനസ്സിലാക്കണം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തീരപ്രദേശമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത് തീരം എന്ന് അറിയപ്പെടുന്നത്. ഗൾഫ് ഓഫ് കച്ചിനും ഗൾഫ് ഓഫ് കാംപട്ടിനും ഇടയിലായിട്ടാണ് ഗുജറാത്ത് തീരം സ്ഥിതി ചെയ്യുന്നത്. പഠിച്ചു വെക്കുക. ലവണത്വമുള്ള ചതുപ്പ് നിലങ്ങൾ കാണപ്പെടാറുണ്ട്. ആ ചതുപ്പ് നിലത്തിന് പറയുന്ന പേരാണ് റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു. റാൻ ഓഫ് കച്ച് മുതൽ പശ്ചിമ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ എന്ന് പറഞ്ഞു അല്ലേ? അപ്പോ ലവണത്വമുള്ള ചതുപ്പ് നിലങ്ങളുമായ റാൻ ഓഫ് കച്ച് കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഗുജറാത്ത് തീരസമതലം അല്ലെങ്കിൽ കച്ച് കത്തിയവാർ തീരത്തിലാണ് എന്ന് പഠിക്കണം. ഇനി നമുക്ക് രണ്ടാമത്തേതായിട്ടുള്ള കൊങ്കൺ തീരത്തെ കുറിച്ച് പഠിക്കാം. മഹാരാഷ്ട്ര അല്ലെ? എവിടെയാണ് ഈ കൊങ്കൺ തീരം? മഹാരാഷ്ട്ര, ഗോവ, അതുപോലെ ഈ മെയിൻ ആയിട്ട് മഹാരാഷ്ട്ര ഗോവയാണ് കേട്ടോ. അതുപോലെ കർണാടകയുടെ ഒരു വടക്ക് ഭാഗത്ത് മാത്രമായിട്ടുള്ളൂ കേട്ടോ. കർണാടകത്തിന്റെ വടക്ക് ഭാഗത്ത് മാത്രമാണ്, മുഴുവൻ ഭാഗത്തായിട്ടില്ല. വടക്ക് ഭാഗത്ത് മാത്രമായിട്ട് കാണപ്പെടുന്ന ഒരു തീരപ്രദേശമാണ് കൊങ്കൺ തീരം. മഹാരാഷ്ട്ര, ഗോവ എന്നുള്ളത് മെയിൻ ആയിട്ട് ചിന്തിക്കുക. പിന്നെ കർണാടകയുടെ വടക്ക് ഭാഗത്തും. ഓക്കെ. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ട് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ട്, ഏറ്റവും വലിയ തുറമുഖം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏതാണ്? മുംബൈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമായ മുംബൈ തുറമുഖം, മുംബൈ പോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊങ്കൺ തീരത്താണ്. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ പഠിച്ചു വെക്കണം കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമായ മുംബൈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് കൊങ്കൺ തീരത്താണെന്നുള്ളത് പഠിച്ചു വെക്കണം. ഓക്കെ. അത് പഠിച്ചല്ലോ. ഇനി നമുക്ക് മലബാർ തീരത്തെ, ഗോവ തീരത്തെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല ഗോവ തീരത്തെ കുറിച്ചിട്ട് കേട്ടോ. ഇനി നമുക്ക് മലബാർ തീരത്തെ കുറിച്ച് പഠിച്ചാലോ? കർണാടകത്തിന്റെ ഈ മലബാർ തീരം എന്ന് പറയുന്നത് കർണാടകയുടെ തെക്കു ഭാഗം. ഓക്കെ. നമ്മൾ നേരത്തെ വടക്കു ഭാഗം അവിടെ പറഞ്ഞു അല്ലെ? ഇവിടെ കർണാടകയുടെ തെക്കൻ തീരവും അതുപോലെ നമ്മുടെ കേരളത്തിന്റെ തീരപ്രദേശവും കൂടി ചേർന്നതാണ് ഏത്? മലബാർ തീരം എന്ന് പറയുന്നത് കേട്ടോ. മലബാർ തീരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പടിഞ്ഞാറൻ തീരപ്രദേശത്തിന്റെ തെക്കു ഭാഗം അറിയപ്പെടുന്നത് മലബാർ തീരം എന്നാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് പടിഞ്ഞാറൻ തീരസമതലമല്ലേ? ഈ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ തെക്കു ഭാഗം അറിയപ്പെടുന്നതാണ് മലബാർ തീരസമതലം എന്ന് പറയുന്നത്. അതേപോലെ ഈ മലബാർ തീരത്തിന്റെ പ്രത്യേകത ലഗൂണുകൾ കാണപ്പെടുന്നത്. ലഗൂണുകൾ. ഓക്കെ. ലഗൂണുകൾ കാണപ്പെടുന്ന തീരപ്രദേശം ഏതെന്ന് ചോദിച്ചാൽ മലബാർ തീരപ്രദേശമാണ്. വടക്കൻ മലബാർ തീരം അറിയപ്പെടുന്നത് വടക്കൻ മലബാർ
തീരം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? കർണാടക തീരം എന്ന് അറിയപ്പെടുന്നു കേട്ടോ. കർണാടക തീരം എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഗുജറാത്ത് തീരത്തെ കുറിച്ചിട്ടും കൊങ്കൺ തീരത്തെ കുറിച്ചിട്ടും മലബാർ തീരത്തെ കുറിച്ചിട്ടും ഒക്കെ പഠിച്ചു. നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലത്തെ കുറിച്ച്, നമ്മുടെ ഇന്ത്യൻ തീരസമതലം 2 തരമാണ്. പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും. പടിഞ്ഞാറൻ തീരസമതലത്തെ കുറിച്ചിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു വന്നു അല്ലെ. അതേപോലെ തന്നെ പടിഞ്ഞാറൻ തീരസമുദ്രത്തെ വീണ്ടും 4ആക്കി തരംതിരിക്കാം എന്ന് പറഞ്ഞു. കച്ച് കത്തിയവാർ തീരം അല്ലെങ്കിൽ ഗുജറാത്ത് തീരം 1, 2 കൊങ്കൺ തീരം, 3 ഗോവ തീരം, 4 മലബാർ തീരം. അതിൽ ഒന്നാമത്തേതാണ് ഗുജറാത്ത് തീരം. നമ്മുടെ ഏറ്റവും കൂടുതൽ തീരപ്രദേശം ഉള്ള സംസ്ഥാനമാണ് ഗുജറാത്ത് പഠിച്ചു. ഗൾഫ് ഓഫ് കച്ചിനും ഗൾഫ് ഓഫ് കാമ്പട്ടിനും ഇടയിലായിട്ടാണ് ഗുജറാത്ത് തീരം സ്ഥിതി ചെയ്യുന്നത്. ഈ ഗുജറാത്ത് തീരത്തിൽ ലവണത്വമുള്ള ചതുപ്പ് നിലങ്ങൾ കാണപ്പെടാറുണ്ട്. അതിന്റെ പേരാണ് റാൻ ഓഫ് കച്ച്. അത് അവിടെ പഠിച്ചു. ഇനി രണ്ടാമത് നമ്മൾ കൊങ്കൺ തീരം, മഹാരാഷ്ട്രത്തെ മെയിനായിട്ട് കൊങ്കൺ എന്ന് പറയുമ്പോൾ തന്നെ മഹാരാഷ്ട്ര, ഗോവ എന്നുള്ളത് ഓർക്കണം. പിന്നെ കർണാടകയുടെ വടക്ക് ഭാഗവും ചേർന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമായിട്ടുള്ള മുംബൈ തുറമുഖം എവിടെയെന്ന് ചോദിച്ചാൽ കൊങ്കൺ തീരത്താണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമായ മുംബൈ തുറമുഖം കൊങ്കൺ തീരത്താണ്. പിന്നെ മലബാർ തീരത്തെ കുറിച്ച് പഠിച്ചു. മലബാർ തീരം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ മൊത്തം തീരദേശവും നമ്മുടെ കർണാടകയില അല്ലെ, നമ്മുടെ കേരളത്തിന്റെ മുഴുവൻ തീരപ്രദേശവും അതുപോലെ കർണാടകയുടെ തെക്കുഭാഗവും ചേർന്നതാണ് മലബാർ തീരം എന്ന് പറയുന്നത്. അതുപോലെ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ തെക്കുഭാഗം അറിയപ്പെടുന്നത് മലബാർ തീരം എന്നാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ തെക്കുഭാഗം അറിയപ്പെടുന്നത് മലബാർ തീരസമതലം എന്നാണ്. ലഗൂണുകൾ കാണപ്പെടുന്നത് ഏത് തീരസമതലത്തിലാണ് എന്ന് ചോദിച്ചാൽ മലബാർ തീരസമതലത്തിലാണ്. അത് ഉടനെ നമ്മുടെ കേരളത്തിലേക്ക് എത്തണം കേട്ടോ. ലഗൂണുകൾ കാണപ്പെടുന്നത് മലബാർ തീരസമതലത്തിലാണ്. വടക്കൻ മലബാർ തീരം എന്നറിയപ്പെടുന്നത് കർണാടക തീരമാണ്. നമ്മൾ പടിഞ്ഞാറൻ തീരസമതലത്തെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് പഠിച്ചു. എന്താണ് പടിഞ്ഞാറൻ തീരസമതലം? പടിഞ്ഞാറ് തീരസമതലത്തിലെ 4 സബ് ഡിവിഷൻസ് പഠിച്ചു വന്നു. ഇനി നമുക്ക് ആരെ പഠിക്കണം? കിഴക്കൻ തീരസമതലത്തെ കുറിച്ചിട്ട് പഠിക്കേണ്ടതുണ്ട്. കിഴക്കൻ രണ്ടും കൂടി മിക്സ് ആവാൻ പാടില്ല കേട്ടോ. കിഴക്കൻ തീരസമതലം, ഇവിടെ ഇതിനെ കുറിച്ചിട്ട് നമുക്ക് വ്യക്തമായിട്ടൊന്ന് പഠിച്ചു പോകാം. എന്താണ് ഈ കിഴക്കൻ തീരസമതലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഒന്നാമത്തെ പോയിന്റ് അങ്ങോട്ട് പഠിച്ചോ. നമ്മുടെ കിഴക്കൻ തീരസമതലം വടക്ക് പശ്ചിമ ബംഗാൾ മുതൽ, പശ്ചിമ ബംഗാൾ എന്ന് പറയുമ്പോൾ എവിടെ? സുന്ദരവനം അല്ലേ, സുന്ദരവനം മുതൽ ഏതുവരെയാണ്? തെക്ക് തമിഴ്നാട് വരെ. ഓക്കെ, അതായത് തമിഴ്നാട്, തെക്ക് തമിഴ്നാട് വരെ കേട്ടോ. തെക്ക് തമിഴ്നാട് വരെ, അതായത് കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം എന്ന് പറയുന്നത്. കിഴക്കൻ തീരസമതലം വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ അവിടെ 5 സ്റ്റേറ്റ്സ് പഠിച്ചു അല്ലേ. നമ്മൾ അവിടെ 9 സ്റ്റേറ്റ്സ് തീരപ്രദേശങ്ങൾ ഉള്ളതിൽ പഠിച്ചു. അതിൽ 5 സ്റ്റേറ്റും എവിടെയാണ്? പടിഞ്ഞാറൻ തീരസമതലത്തിലാണ്. ബാക്കി 4 സ്റ്റേറ്റ്സ് ആണ് ഏതിൽ വരുന്നത്? കിഴക്കൻ തീരസമതലത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പൊ കിഴക്കൻ തീരസമതലത്തിന്റെ ഭാഗമായിട്ട് വരുന്ന തീരപ്രദേശമുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? തമിഴ്നാട്, അതുപോലെ ആന്ധ്രാപ്രദേശ്. ഏതാണ്? ആന്ധ്രാപ്രദേശ്. പിന്നെ ഏത് വരും കിഴക്ക് എന്ന് പറയുമ്പോൾ? ഒഡീഷ, പിന്നെ പശ്ചിമ ബംഗാൾ. ഓക്കെ, ഈ 4 സംസ്ഥാനങ്ങൾ കിഴക്കൻ തീരസമുദ്രത്തിന്റെ ഭാഗമായിട്ട് വരുന്ന സംസ്ഥാനങ്ങളാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഉപദ്വീപീയ നദികളായിട്ടുള്ള മഹാനദി ഏതൊക്കെയാണ്? മഹാനദി കൃഷ്ണ, ഗോദാവരി, കാവേരി. ഈ 4 ഉപദ്വീപീയ നദികളാണ് അല്ലേ മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഉപദ്വീപീയ നദികളുടെ ഡെൽറ്റകൾ കാണപ്പെടുന്നത് കിഴക്കൻ തീരസമതലം. ഇതൊക്കെ പ്രീവിയസ് ആണ്. ഓക്കെ, ഡെൽറ്റകൾ കാണപ്പെടുന്നത് എവിടെയാണ്? കിഴക്കൻ തീരപ്രദേശത്താണ്. ഈ ഡെൽറ്റ പറഞ്ഞാൽ എന്താണ്? ഈ ഡെൽറ്റ എന്ന് പറയുന്നത്, ഈ ഡെൽറ്റകൾ എന്ന് പറയുന്നത് വളരെ ഫലഭൂയിഷ്ടമാണ്. നമ്മുടെ കൃഷിക്കൊക്കെ നല്ല രീതിയിൽ ഉൽപാദിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ് ഇത്, ഈ ഡെൽറ്റ എന്ന് പറയുന്നത്. ഡെൽറ്റകൾ എന്ന് പറയുന്നത് വളരെ ഫലഭൂയിഷ്ടവും കൃഷിക്ക് ഉൽപാദനക്ഷമവുമാണ്. അതിനാൽ കൃഷ്ണ നദിയുടെ ഡെൽറ്റയെ എന്തു പറയുന്നു? ദക്ഷിണേന്ത്യയുടെ ധാന്യപുര എന്ന് പറയുന്നു. ദക്ഷിണേന്ത്യയുടെ
ദക്ഷിണേന്ത്യയുടെ ധാന്യപുര എന്ന് പറയുന്നത് കൃഷ്ണ നദിയുടെ ഡെൽറ്റയെ ആണ്. അതവിടെ മനസ്സിലാക്കി വെക്കണം. ഇനി നമ്മുടെ കിഴക്കൻ തീരസമതലത്തില് കുറച്ച് തുറമുഖങ്ങൾ, നമ്മൾ അവിടെ കുറെ തുറമുഖങ്ങൾ പഠിച്ചു അല്ലെ. കിഴക്കൻ തീരസമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് തൂത്തുക്കുടി. ഏതാണ്? ഒന്ന് തൂത്തുക്കുടി. രണ്ട് ചെന്നൈ തുറമുഖം. ചെന്നൈ തുറമുഖം. മൂന്ന് എണ്ണൂർ തുറമുഖം. എണ്ണൂർ തുറമുഖം ചോദിച്ചിട്ടുണ്ട്. പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമായിട്ട് വരുന്ന തുറമുഖങ്ങൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? കിഴക്കൻ തീരസമതലത്തിന്റെ ഭാഗമായിട്ട് വരുന്ന തുറമുഖങ്ങൾ താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇതൊക്കെ PSC ചോദിക്കാറുണ്ട്. രണ്ടും അവിടെയും ഞാൻ പറഞ്ഞു കുറെ തുറമുഖങ്ങൾ കിഴക്കൻ തീരസമതലത്തിന്റെ ഭാഗമായിട്ട് വരുന്ന തുറമുഖങ്ങളും നിങ്ങൾ പഠിക്കണം. തൂത്തുക്കുടി, ചെന്നൈ, എണ്ണൂർ, പിന്നെ ഏതാണ്? വിശാഖപട്ടണം. ഏതാണ്? വിശാഖപട്ടണം. അടുത്തത് പാരാദ്വീപ്. ഒഡീഷയിലാണ് അല്ലെ പാരാദ്വീപ്. പിന്നെ ആറാമത്തെ നോക്കൂ, ഹാൽഡിയ. പശ്ചിമ ബംഗാളിലുള്ള ഹാൽഡിയ. ഓക്കെ, ഈ 6 തുറമുഖങ്ങളും കിഴക്കൻ തീരസമതലത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ അവിടെ അത് പഠിച്ചല്ലോ. ഇനി നമ്മുടെ വടക്ക് കിഴക്കൻ മൺസൂണിന്റെ പ്രഭാവം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഏത് മൺസൂണാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ ആണ് അല്ലെ. വടക്ക് കിഴക്കൻ മൺസൂൺ. നമ്മൾ തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രഭാവം എവിടെയാണ് പഠിച്ചത്? പടിഞ്ഞാറൻ തീരസമതലത്തിലാണെന്ന് പഠിച്ചു അല്ലെ. എങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂണിന്റെ പ്രഭാവം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് എവിടെയാണ്? കിഴക്കൻ തീരസമതലത്തിലാണ് എന്ന് പഠിക്കണം കേട്ടോ. അതുപോലെ തന്നെ എക്കൽ നിക്ഷേപത്തിന്റെ ഫലമായിട്ട് രൂപം കൊണ്ട ഡെൽറ്റകളാൽ സമ്പുഷ്ടമായതാണ് ഏത്? കിഴക്കൻ തീരസമതലം എന്നും കൂടി പഠിക്കണം. അതുപോലെ വിസ്തൃതി കൂടുതലാണ് കിഴക്കൻ തീരസമതലത്തിന് കേട്ടോ. വിസ്തൃതി കൂടുതലാണ് ആർക്ക്? കിഴക്കൻ തീരസമതലത്തിന്. അപ്പൊ വിസ്തൃതി കുറവാർക്കാണ്? പടിഞ്ഞാറൻ തീരസമതലത്തിലാണ്. അപ്പൊ പടിഞ്ഞാറൻ തീരസമതലത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലത്തിന് വിസ്തൃതി കൂടുതലാണ് എന്ന് പഠിക്കണം. അതുപോലെ ഈ കിഴക്കൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത് എങ്ങനെയാണ്? പൂർവഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിലാണ്. പൂർവഘട്ടത്തിനും പിന്നെ എങ്ങനെയാണ്? ബംഗാൾ ഉൾക്കടലിനും ഇടയിലാണ് കേട്ടോ. ബംഗാൾ ഉൾക്കടലിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കിഴക്കൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കിഴക്കൻ തീരസമതലത്തെ കുറിച്ച് എന്തൊക്കെ പഠിച്ചു? വടക്ക് പശ്ചിമ ബംഗാൾ മുതൽ, അതായത് വടക്ക് പശ്ചിമ ബംഗാൾ മീൻസ് സുന്ദരവനം മുതൽ തെക്ക് തമിഴ്നാട് വരെ കിഴക്കൻ തീരസമതലം വ്യാപിച്ചു കിടക്കുന്നു. 4 സംസ്ഥാനങ്ങൾ പഠിച്ചു വെക്കുക. കിഴക്കൻ തീരസമതലത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. അതുപോലെ തന്നെ മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി നദികളുടെ എക്കൽ നിക്ഷേപമായിട്ടുള്ള ഡെൽറ്റകൾ കാണപ്പെടുന്നതും കൂടിയിട്ടാണ് കിഴക്കൻ തീരസമതലം എന്ന് പറയുന്നത്. അതിൽ കൃഷ്ണ നദിയുടെ ഡെൽറ്റയെ ദക്ഷിണേന്ത്യയുടെ ധാന്യപുര എന്ന് വിളിക്കപ്പെടുന്നു. കിഴക്കൻ തീരസമതലത്തിന്റെ ഭാഗമായിട്ടുള്ള തുറമുഖങ്ങൾ ഏതൊക്കെ ചോദിച്ചാൽ തൂത്തുക്കുടി, ചെന്നൈ, എണ്ണൂർ, വിശാഖപട്ടണം, പാരദ്വീപ്, ഹാൽഡിയ. ഓക്കെ, ഇതെല്ലാം എവിടെയാണ്? കിഴക്കൻ തീരസമതലത്തിന്റെ ഭാഗമായിട്ട് വരുന്ന തുറമുഖങ്ങളാണ്. ഈ കിഴക്കൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത് പൂർവഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിലായിട്ടാണ്. വടക്ക് കിഴക്കൻ മൺസൂണിന്റെ പ്രഭാവം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് കിഴക്കൻ തീരസമതലത്തിലാണ്. പടിഞ്ഞാറൻ തീരസമതലത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലത്തിന് വിസ്തൃതി കൂടുതലാണ്. അപ്പൊ അതങ്ങനെ ഒറ്റ വാക്കിൽ പഠിച്ചാൽ മതി. കിഴക്കൻ തീരസമതലത്തിന് വിസ്തൃതി കൂടുതലാണ് എന്ന് പഠിച്ചു വെക്കാം. ഇനി നമുക്ക് കിഴക്കൻ തീരസമതലത്തിനെ എന്ത് ചെയ്യണം? 3 ആക്കിയിട്ട് തരംതിരിക്കണം. കിഴക്കൻ തീരസമതലം എത്ര ടൈപ്പ് ഉണ്ട്? 3 ടൈപ്പ് ഉണ്ട് കേട്ടോ. കിഴക്കൻ തീരസമതലം 3 ടൈപ്പ്. നമ്മൾ പടിഞ്ഞാറൻ തീരസമതലം എത്ര ടൈപ്പാണ് പഠിച്ചത്? 4 ടൈപ്പാണ് പഠിച്ചത് അല്ലേ. പക്ഷെ കിഴക്കൻ തീരസമതലം 3 ടൈപ്പാണ് ഉള്ളത്. നമുക്ക് ഓരോന്ന് പഠിച്ചാലോ. ഒന്ന് ഏതാണ്? ഒന്ന് ഉത്കൽ തീരസമതലമാണ്. ഉത്കൽ തീരസമതലം. ഉത്കൽ തീരസമതലം. 2 ഏത് വരും? 2 വടക്കൻ സിർക്കാസ്. വടക്കൻ സിർക്കാസ്. മൂന്നാമത്തത് ഏത് വരും? കോറമാൻഡൽ തീരസമതലം. എപ്പോഴും കോറമാൻഡലും കൊങ്കണും എപ്പോഴും ചോദിക്കാറുള്ളതാണ്. കോറമാൻഡൽ തീരസമതലം ഏതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്? കിഴക്കൻ തീരസമതലത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്.
എപ്പോഴും കോറമാൻഡൽ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഉത്കൽ തീരസമതലം, വടക്കൻ സിർക്കാസ്, കോറമാൻഡൽ തീരസമതലം അല്ലേ, നമുക്കത് പഠിക്കണം അല്ലേ, നമുക്കത് പഠിച്ചേ പറ്റൂ. അപ്പൊ എന്താണ് ഈ വടക്കൻ സിർക്കാസ് അല്ലെങ്കിൽ ഉത്കൽ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ഉത്കൽ തീരസമതലത്തെ കുറിച്ച് പഠിക്കാം. നമ്മുടെ ഒഡീഷയിൽ ഈ ഉത്കൽ തീരസമതലം എന്ന് പറയുന്നത് ഒഡീഷയുടെ ഭാഗമായിട്ട് വരുന്ന തീരസമതലമാണ് ഇത് ഉത്കൽ തീരസമതലം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചിൽക്ക തടാകത്തിനും, ഒഡീഷയിലെ ഏതാണ് ചിൽക്ക തടാകത്തിനും അതുപോലെ തന്നെ കൊല്ലേരു തടാകത്തിനും ഇടയിൽ കേട്ടോ, ചിൽക്ക തടാകത്തിനും കൊല്ലേരു തടാകത്തിനും ഇടയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ഉത്കൽ തീരസമതലം എന്താണ്, പടിഞ്ഞാറൻ തീരസമതലങ്ങളെക്കാൾ വളരെ വിശാലവും വലിയ മഴയ്ക്ക് വിധേയമായതുമാണ് കേട്ടോ. നെല്ല്, തെങ്ങ്, അതുപോലെ വാഴ എന്നിവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിളകൾ കേട്ടോ. നെല്ല്, തെങ്ങ്, വാഴ. ഉത്കൽ തീരസമതലം പഠിച്ചല്ലോ. ഒഡീഷയിലെ ഉത്കൽ തീരസമതലം എന്ന് പറയുന്നത് തന്നെ ഒഡീഷയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഒഡീഷയിലെ ചിൽക്ക തടാകത്തിനും കൊല്ലേരു തടാകത്തിനും ഇടയിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് ഏത്, ഉത്കൽ തീരസമതലം. പടിഞ്ഞാറൻ തീരസമതലത്തെക്കാൾ വിശാലമാണ് ഉത്കൽ തീരസമതലം. നെല്ല്, തെങ്ങ്, വാഴയൊക്കെ ഉത്കൽ തീരസമതലത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൃഷി ചെയ്യുന്ന വിളകളാണ്. ഇനി വടക്കൻ സിർക്കാസ് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ആന്ധ്രാപ്രദേശിന്റെ വടക്ക് കേട്ടോ, ആന്ധ്രാപ്രദേശിന്റെ വടക്കൻ തീരവും ഒഡീഷയുടെ തീരവും അതുപോലെ പശ്ചിമ ബംഗാൾ തീരപ്രദേശവും ഉൾപ്പെടുന്നതാണ് ഇത് ഒഡീഷയുടെ തീരപ്രദേശം അറിയപ്പെടുന്നത് കേട്ടോ. ആന്ധ്രാപ്രദേശിന്റെ വടക്കൻ തീരവും ഒഡീഷയുടെ തീരവും പശ്ചിമ ബംഗാൾ പ്രദേശവും എല്ലാം കൂടിയിട്ട് ചേർന്നതാണ് ഏതെന്ന് പറയുന്നത്, വടക്കൻ സിർക്കാസ് എന്ന് പറയപ്പെടുന്നത് കേട്ടോ. ഇനി നമ്മുടെ ഈ തീരസമുദ്രങ്ങളിലെ പ്രധാനപ്പെട്ട തുറമുഖം ഏതാണ് ഇവിടുത്തെ വടക്കൻ സിർക്കാസിലെ, വിശാഖപട്ടണമാണ് കേട്ടോ. വിശാഖപട്ടണമാണ് വടക്കൻ സിർക്കാസിലെ പ്രധാനപ്പെട്ട തുറമുഖം. മഹാനദി, കൃഷ്ണ എന്നീ നദികളുടെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ഇന്ത്യയുടെ കിഴക്ക് തീരസമതലം അറിയപ്പെടുന്നത് വടക്കൻ സിർക്കാസ് എന്നാണ് കേട്ടോ. മഹാനദി, കൃഷ്ണ കേട്ടോ, ഉപദ്വീപീയ നദികളായിട്ടുള്ള മഹാനദി, കൃഷ്ണ. മഹാനദി, കൃഷ്ണ എന്നീ നദികളുടെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ഭാഗങ്ങളെയാണ് വടക്കൻ സിർക്കാസ് എന്ന് അറിയപ്പെടുന്നത്. അത്രയും കാര്യങ്ങൾ ഇതിനെ കുറിച്ച് പഠിക്കുക, വടക്കൻ സിർക്കാസിനെ കുറിച്ച് നോക്കുക. ഇനി നമുക്ക് കോറമാൻഡൽ തീരസമുദ്രത്തെ കുറിച്ചിട്ട് പഠിക്കുന്നത്. ചോളമണ്ഡലം എന്ന പേരിൽ നിന്നാണ് ഈ പേര് ലഭിച്ചത് കേട്ടോ. കോറമാൻഡൽ എന്ന പേര് ലഭിച്ചത് ചോളമണ്ഡലം എന്ന പേരിൽ നിന്നാണ് കേട്ടോ. ചോളമണ്ഡലം എന്ന പേരിൽ നിന്നാണ് കോറമാൻഡൽ എന്ന പേര് ലഭിച്ചത്. തമിഴ്നാട് തീരവും ഏതൊക്കെയാണ്, തമിഴ്നാട് തീരവും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരവും ഉൾപ്പെടുന്നതാണ് ഏത്, കോറമാൻഡൽ തീരസമതലം. തമിഴ്നാട് തീരപ്രദേശവും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരവും ചേർന്നതാണ് ഏത്, കോറമാൻഡൽ തീരപ്രദേശം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ കോറമാൻഡൽ തീരസമതലം ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ ഭാഗവും ചേർന്നിട്ടാണ് പറയുന്നത് അല്ലെ. ഈ തെക്കൻ ഭാഗത്തില് ഈ അവസാനിക്കുന്ന ഒരു ഭാഗം ഉണ്ടാവും അല്ലെ, ഈ ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ ഭാഗം കൂടി ചേർന്നതാണ് കോറമാൻഡൽ തീരസമതലം എന്ന് നമ്മൾ പഠിച്ചു. എങ്കിൽ ഈ ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ ഭാഗത്ത് ഒരു അവസാനിക്കുന്ന ഒരു ഭാഗം ഉണ്ടാവും അല്ലെ. ഈ കോറമാൻഡൽ തീരം അവസാനിക്കുന്ന ഭാഗത്തെ പറയുന്ന പേരാണ് ഫാൾസ് ഡെവി പോയിന്റ് കേട്ടോ. ഫാൾസ് ഡെവി പോയിന്റ്. അപ്പൊ എങ്ങനെയാണ് അത് പഠിക്കുക, കോറമാൻഡൽ തീരസമതലം ആന്ധ്രാപ്രദേശിൽ അവസാനിക്കുന്ന പ്രദേശം അറിയപ്പെടുന്നത് ഫാൾസ് ഡെവി പോയിന്റ് എന്നാണ്. അതുപോലെ തന്നെ ഈ കോറമാൻഡൽ തീരത്ത് പ്രധാനപ്പെട്ട് കാണുന്ന മണ്ണാണ് ഏത്, എക്കൽ മണ്ണ് കേട്ടോ. എക്കൽ മണ്ണ് കൂടുതലായിട്ട് എവിടെ കാണപ്പെടുന്നുണ്ട്, കോറമാൻഡൽ തീരസമതലത്ത് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷ്ണ, കാവേരി നദികളുടെ തെക്കുള്ള ഇന്ത്യയുടെ കിഴക്കത്തിന്റെ സമതലം അറിയപ്പെടുന്നത് കോറമാൻഡൽ തീരമാണ് കേട്ടോ. കൃഷ്ണ, കാവേരി ഇതിന്റെ തെക്കുള്ള ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലമാണ് കോറമാൻഡൽ തീരം എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അത്രയും കാര്യങ്ങൾ കോറമാൻഡൽ തീരസമതലത്തെ കുറിച്ചിട്ട് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ കിഴക്കൻ തീരസമതലത്തിന്റെ 3 ടൈപ്പ് പഠിച്ചു. ഉത്കൽ തീരസമതലം, വടക്കൻ സിർക്കാസും കോറമാൻഡൽ തീരത്തെ കുറിച്ചിട്ടൊക്കെ പഠിച്ചു. ഇനി നമുക്കിതൊന്ന് ക്രോഡീകരിച്ച് നോക്കാം കേട്ടോ. പശ്ചിമ തീരസമതലവും അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരസമതലം അല്ലെ. പടിഞ്ഞാറൻ
പിന്നെ ഏതാണ്? കിഴക്കൻ തീര സമതലം. കിഴക്കൻ തീരം. ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ കുറെ വ്യത്യാസങ്ങൾ പഠിച്ചത്? ഇവിടെ എങ്ങനെയാണ്? അറബിക്കടലിനും അറബിക്കടൽ അല്ലേ? അതുപോലെ ഇവിടെ പശ്ചിമഘട്ടത്തിനും ഇടയിൽ. പശ്ചിമഘട്ടത്തിനും ഇടയിൽ. ഇവിടെയോ ബംഗാൾ ഉൾക്കടലിനും പൂർവഘട്ടത്തിനും ഇടയിൽ. പൂർവഘട്ടത്തിനും ഇടയിൽ. ഇവിടെ റാൻ ഓഫ് കച്ച് മുതൽ എവിടെ വരെയാണ്? കന്യാകുമാരി വരെ അല്ലെ? റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ. ഇവിടെ പശ്ചിമ ബംഗാളിലെ സുന്ദരവനം മുതൽ ഏതുവരെയാണ്? കന്യാകുമാരി വരെ. കന്യാകുമാരി വരെ അല്ലെ? പിന്നെ ഇവിടെ വീതി കുറവാണ് അല്ലെ? ഇവിടെ വീതി കുറവാണ്. ഇവിടെ വീതിയോ കൂടുതലാണ് അല്ലെ? വീതി കൂടുതലാണ് കിഴക്കൻ തീര സമതലത്തിന്. ഇവിടെ കായലുകള്, പിന്നെന്താണ്? അഴിമുഖങ്ങൾ അല്ലെ? കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നുണ്ട്. ഇവിടെ ഡെൽറ്റകൾ കാണപ്പെടുന്നുണ്ട്. പിന്നെ ഗുജറാത്ത് തീരസമതലം, അതുപോലെ കൊങ്കൺ, മലബാർ, ഗോവ അല്ലെ? ഈ തീരസമതലങ്ങളൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? പടിഞ്ഞാറൻ തീരസമതലത്തിലാണ്. ഈ കിഴക്കൻ തീരസമതലത്തിലാണ് കോറമാൻഡൽ, പിന്നെ വടക്കൻ സിർക്കാസ്, പിന്നെ ഏതാണ്? ഉത്കൽ തീരസമതലം അല്ലെ? ഇതൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? കിഴക്കൻ തീരസമതലത്തിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ത്യൻ തീരസമതലവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കാനുള്ളത്. എല്ലാം ഇവിടെ ഓക്കെ ആക്കി തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ പഠിക്കുക, നന്നായിട്ട് റിവിഷൻ ചെയ്ത് മാറ്റാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കുറേ ക്ലാസ്സുകൾ കണ്ടതുകൊണ്ടൊന്നും കാര്യമില്ല. അതിനെ വീണ്ടും എന്ത് ചെയ്യണം? പഠിച്ച് മാറ്റാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഹോട്ട് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. തീർച്ചയായിട്ടും കൂട്ടുകാർ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എന്താണ് ക്ലാസ്സുകൾ അപ്പോൾ അതിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് വേഗം കാണാനായിട്ട് സാധിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.